പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇരിക്കാം. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ സമർപ്പിക്കുന്ന കത്തോലിക്ക തിരുസഭയിലെ അതിശക്തമായ പ്രാർത്ഥനാ ശുശ്രൂഷയാണ് വിമല ഹൃദയ പ്രതിഷ്ഠ. വിമല ഹൃദയ പ്രതിഷ്ഠ വളരെ അനന്യമായ ഒരു ആത്മീയാനുഭവമാണ്. അത് വളരെ യുണീക്കായ ഒരു സ്പിരിച്വൽ എക്സസൈസാണ്. വിശുദ്ധ ലൂയി മോൺഫോർട്ടിലൂടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സഭയിൽ പ്രചാരത്തിലാക്കിയ ഈ കോൺസെക്രേഷൻ ടു ദി ഇമ്മാക്കുലേറ്റ് ഹാർട്ട്, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിക്കുന്ന ഈ വിമല ഹൃദയ പ്രതിഷ്ഠ, ആ ശുശ്രൂഷ ലോകത്തുള്ള അനേക കോടി മക്കൾ തങ്ങളുടെ ജീവിതത്തിൽ പലതവണ ആവർത്തിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്ത ശുശ്രൂഷയാണ്. ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മൾ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ കേരള സഭയിൽ ഇതിനോട് താല്പര്യപൂർവ്വം അനുഭാവപൂർവ്വം പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന അനേകായിരം മക്കളോട് ചേർന്ന് ഷെക്കേന ടെലിവിഷൻ്റെയും അതുപോലെ വിവിധ യൂട്യൂബ് ചാനലുകളുടെയും ഒക്കെ സഹായത്തോടെ സഹകരണത്തോടെ നമ്മൾ ഏറ്റെടുത്ത് നടത്താൻ ദൈവം നമുക്കൊരു വലിയ അനുഗ്രഹം തരികയാണ്. ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നന്നായി നടത്താൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിക്കണം. നമ്മൾ നന്നായി ഒരുക്കത്തോടെ ഈ പ്രതിഷ്ഠ നടത്തിയാൽ ഇത് വളരെ അനന്യമായ ഒരാത്മീയ അനുഭവമായിട്ട് മാറും. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിമല ഹൃദയ പ്രതിഷ്ഠയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള മനോഹരമായൊരു വാചകമുണ്ട്. വിശുദ്ധ ലൂയി മോൺഫോർട്ടിൻ്റെ ക്രമപ്രകാരമുള്ള മരിയൻ പ്രതിഷ്ഠ എൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു. മാർപ്പാപ്പ പറയുകയാണ്, ഇറ്റ് വാസ് എ ഡെഫിനിറ്റ് ടേണിംഗ് പോയിൻ്റ് ഇൻ മൈ ലൈഫ്. മാർപ്പാപ്പ പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു ഈ വിമല ഹൃദയ പ്രതിഷ്ഠ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വിശുദ്ധ ലൂയി മോൺഫോർട്ടിൻ്റെ ക്രമപ്രകാരമുള്ള മരിയൻ പ്രതിഷ്ഠ എൻ്റെ ജീവിതത്തിലെ നിർണായകമായൊരു വഴിത്തിരിവായിരുന്നു. ഈ മരിയൻ പ്രതിഷ്ഠ കലവറ കൂടാതെ യേശുവിന് സ്വയം നൽകാനും രക്ഷാകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ആഗ്രഹിക്കുന്ന ഏതൊരു വിശ്വാസിക്കും അത്യാവശ്യമാണ്. മാർപ്പാപ്പ പറയുകയാണ്. അപ്പോൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ യേശുവിനെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത്യാവശ്യമായൊരു കാര്യമാണ്. വിശുദ്ധ 10-ാം പീയൂസ് മാർപ്പാപ്പ പറഞ്ഞതിങ്ങനെയാണ്, വിശുദ്ധ ലൂയി മോൺഫോർട്ടിൻ്റെ ക്രമപ്രകാരമുള്ള മരിയൻ പ്രതിഷ്ഠ ഞാൻ ശക്തമായി റെക്കമെൻഡ് ചെയ്യുകയാണ്. മാർപ്പാപ്പ പറയുകയാണ്, ഞാൻ ശക്തമായിട്ടത് ശുപാർശ ചെയ്യുകയാണ്. അതുപോലെ 11-ാം പീയൂസ് മാർപ്പാപ്പ പറഞ്ഞു, എൻ്റെ യൗവനം മുതലേ വിശുദ്ധ ലൂയി മോൺഫോർട്ടിൻ്റെ ക്രമപ്രകാരമുള്ള മരിയൻ പ്രതിഷ്ഠ ഞാൻ നടത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് തിരുസഭ ഔദ്യോഗികമായി അപ്രൂവൽ തന്നിട്ടുള്ള ഒരാത്മീയ ശുശ്രൂഷയാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ശുശ്രൂഷ നടത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഹിതമാണ്, ദൈവഹിതമാണ്. അത് ഏറ്റെടുത്ത് ചെയ്യാൻ തിരുസഭയുടെ ഔദ്യോഗിക ഭാഗത്തു നിന്ന്, ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായ ആഹ്വാനം തന്നിട്ടുള്ള ഒരു മരിയൻ പ്രതിഷ്ഠയാണത്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മരിയൻ പ്രതിഷ്ഠ എന്താണ്? ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പരിശുദ്ധ കന്യകാമറിയം അമ്മ വഴിയായി ഈശോയ്ക്ക് നമ്മെ പ്രതിഷ്ഠിക്കുന്ന ആത്മീയ ശുശ്രൂഷയാണ് മരിയൻ പ്രതിഷ്ഠ. അപ്പോൾ ഈശോയ്ക്കാണ് നമ്മളെ പ്രതിഷ്ഠിക്കുന്നത്. പക്ഷേ ഈശോയ്ക്ക് നമ്മളെ പ്രതിഷ്ഠിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയാണ്. അതാണ് വിമല ഹൃദയ പ്രതിഷ്ഠ. നന്നായിട്ട് എന്താണ് ഈ കോൺസെക്രേഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്താൽ അത് നമുക്ക് വ്യത്യസ്തമായൊരു ആത്മീയ അനുഭവം തരും. അപ്പം കന്യകാമറിയം വഴി ഈശോയ്ക്ക് നമ്മെ പ്രതിഷ്ഠിക്കുന്നതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈശോയ്ക്ക് നമ്മളെ പ്രതിഷ്ഠിക്കുന്നത് അമ്മയുടെ വിമല ഹൃദയത്തിന് സമ്പൂർണമായി നമ്മെ സമർപ്പിച്ചുകൊണ്ടാണ്. ഈശോയ്ക്ക് നമ്മളെ സമർപ്പിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ അല്പം കഴിയുമ്പോൾ വിശദീകരിക്കാം. എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് സമർപ്പിക്കാൻ മാതാവിൻ്റെ ഹൃദയത്തിന് സമർപ്പിക്കണം എന്ന് പറയുന്നത്, അതെന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാം. ഇപ്പോൾ ഇത് മനസ്സിലാക്കുക. അതായത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട്
ലക്ഷ്യം എന്താണ്? യേശുവിനെ നമ്മെ സമ്പൂർണ്ണമായി പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കോൺസെക്രേഷൻ കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ റിസൾട്ട് എന്താണ്? നമ്മൾ സമ്പൂർണ്ണമായി യേശുവിന് പ്രതിഷ്ഠിക്കപ്പെടും. നമ്മൾ യേശുവിന് നമ്മെ സമർപ്പിക്കും പൂർണ്ണമായി. എങ്ങനെയാണ് സമർപ്പിക്കുന്നത്? പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്. അങ്ങനെയാണ് ഈ മരിയൻ പ്രതിഷ്ഠ നമ്മൾ നടത്തുന്നത്. ഇനി ഇതൊരു 34 ദിവസം നീളുന്ന ശുശ്രൂഷയാണ്. 33 ദിവസം ഒരുങ്ങി 34ാമത്തെ ദിവസമാണ് നാം പ്രതിഷ്ഠ നടത്തുന്നത്. അപ്പോൾ മരിയൻ പ്രതിഷ്ഠ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്നത് 34 ദിവസം കൊണ്ടാണ്. പക്ഷെ പ്രതിഷ്ഠ ഒരു ദിവസമേ ഉള്ളൂ. 33 ദിവസം ഈ വിമല ഹൃദയത്തിന് നമ്മെ പ്രതിഷ്ഠിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. അപ്പോൾ 33 ദിവസത്തെ ഒരുക്കം, ഒരു ദിവസത്തെ സമർപ്പണം. ഇനി അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഈ 34 ദിവസത്തെ പ്രതിഷ്ഠാ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം പിന്നീട് എല്ലാ ദിവസവും നമ്മൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നവീകരിക്കുന്നത് വഴി ജീവിതകാലം മുഴുവൻ നമ്മൾ അമ്മയ്ക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇനി നമ്മളിവിടെ നടത്താൻ പോകുന്ന വിമല ഹൃദയ പ്രതിഷ്ഠ, പല വിധത്തിലുള്ള വിമല ഹൃദയ പ്രതിഷ്ഠ പ്രചാരത്തിലുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ നടത്താൻ പോകുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഓഗസ്റ്റ് മാസം 6-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 8-ാം തീയതി വരെ നമ്മൾ നടത്താൻ പോകുന്ന വിമല ഹൃദയ പ്രതിഷ്ഠ വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ക്രമപ്രകാരമുള്ള വിമല ഹൃദയ പ്രതിഷ്ഠയാണ്. അത് ഞാൻ എടുത്തു പറയാൻ കാരണം, പല ആത്മീയ പിതാക്കന്മാരും വിമല ഹൃദയ പ്രതിഷ്ഠയുടെ വ്യത്യസ്ത രൂപങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ തിരുസഭയിൽ ഏറ്റവും ശക്തമായി പ്രചാരത്തിലിരിക്കുന്നത് ലൂയി മോൺഫോർട്ടിൻ്റെ, വിശുദ്ധൻ്റെ, അദ്ദേഹം പ്രചരിപ്പിച്ച, അദ്ദേഹം പഠിപ്പിച്ച യഥാർത്ഥ മരിയ ഭക്തി എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം പഠിപ്പിച്ച് തന്ന ആ കോൺസെക്രേഷനാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ പൊതുവായ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇനി അടുത്ത ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് മറിയത്തിലൂടെ യേശുവിനെ സമർപ്പിക്കുന്നത്? ഈ ചോദ്യമാണ് വിമലഹൃദയ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഒരു വിമർശകൻ്റെ മനസ്സിൽ ആദ്യമായി ഉയരാൻ സാധ്യതയുള്ളത് ഈ ചോദ്യമാണ്. അതായത് യേശുവിന് ഒരാൾക്ക് നേരിട്ട് സമർപ്പിച്ചുകൂടെ? എന്തിനാണ് മറിയത്തിലൂടെ സമർപ്പിക്കുന്നത്? അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. ഞാൻ ഒരു 8 കാരണങ്ങൾ പറയാം എന്തുകൊണ്ട് മറിയത്തിലൂടെ യേശുവിനെ സമർപ്പിക്കുന്നു എന്നതിന്. 8 കാരണങ്ങൾ. ഒന്നാമത്തേത്, ഒന്നാമത്തെ പറയുന്നത് ശരിയാക്കി മനസ്സിലാക്കിയ, അതായത് ഒരു വ്യക്തിക്ക് യേശുവിനെ തന്നെ സമർപ്പിക്കുന്നതിനുള്ള പരിപൂർണമായ അല്ലെങ്കിൽ സമ്പൂർണമായ പെർഫെക്റ്റായ മോഡലാണ് പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും മനസ്സിലാക്കണം. അതായത് ഒരു വ്യക്തി, ഒരാത്മാവ് തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ സമ്പൂർണമായ അല്ലെങ്കിൽ വൈകല്യമില്ലാത്ത പൂർണ്ണതയുള്ള പെർഫെക്റ്റായ മോഡലാണ് പരിശുദ്ധ അമ്മ. അതായത് ഈ അമ്മ സമർപ്പിച്ചതുപോലെ തന്നെ ലോകത്ത് വേറൊരാത്മാവ് അതേ നിലവാരത്തിൽ തന്നെ ദൈവത്തിന് സമർപ്പിച്ചിട്ടില്ല, വേറൊരാളില്ല. അപ്പോൾ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ വൈകല്യമില്ലാത്ത മാതൃകയാണ് പരിശുദ്ധമ്മ. അപ്പോൾ ആ മോഡൽ ഒരാത്മാവ് യേശുവിന് എങ്ങനെ സമർപ്പിക്കണം എന്നത് അമ്മയ്ക്കറിയാവുന്നത് പോലെ വേറൊരാൾക്കറിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഫിയാത്ത് എന്ന് പറഞ്ഞിട്ട്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞിട്ട് ആ സെക്കൻഡ് മുതൽ പിന്നെ ഒരു നിമിഷം പോലും പരിശുദ്ധ അമ്മ തനിക്കു വേണ്ടി ജീവിച്ചിട്ടില്ല. നമുക്ക് സൂക്ഷ്മമായിട്ട് ബൈബിൾ പരിശോധിക്കുമ്പോഴും തിരുസഭയുടെ പാരമ്പര്യം അനുസരിച്ചും നമുക്ക് 2000 വർഷത്തെ കത്തോലിക്ക തിരുസഭയുടെ ആത്മീയ പാരമ്പര്യത്തിൻ്റെ വഴികളിൽ നിന്ന് കിട്ടിയ ജ്ഞാനമനുസരിച്ചും നമുക്ക് പിതാക്കന്മാർ പഠിപ്പിച്ച് തന്നത് ഇതാണ്. അതായത് മറിയം തനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. ഒരാൾ പൂർണ്ണമായി എങ്ങനെ യേശുവിന് വേണ്ടി ജീവിക്കണം, സമർപ്പിക്കണം എന്നതിൻ്റെ പെർഫെക്റ്റ് മോഡലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യേശുവിന് സ്വയം സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാത്മാവ് മറിയത്തിൻ്റെ സ്കൂളിലേക്ക് പോവാണ്. എന്തിന്? എങ്ങനെ സമർപ്പിക്കണം എന്ന് പഠിക്കാൻ.
മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത്, മറിയം സമർപ്പിക്കുക മാത്രമല്ല, എങ്ങനെ സമർപ്പിക്കണം എന്ന് പഠിപ്പിക്കുന്ന അധ്യാപിക കൂടിയാണ്. അവൾ ഈ സമർപ്പണം പഠിപ്പിക്കുന്ന ടീച്ചറാണ്. നമ്മൾ കാണുന്നത് ബൈബിളിലെ യോഹന്നാൻ്റെ ജീവിതത്തിനുണ്ടായ മാറ്റം വഴിയാണ്. അതായത് അധികാരമോഹിയായിരുന്ന, ക്ഷിപ്രകോപിയായിരുന്ന, എടുത്തുചാട്ടക്കാരനായിരുന്ന, സ്ഥാനം മോഹിച്ചിരുന്ന, ദേഷ്യം വന്നപ്പോൾ തീയിറക്കി കൊല്ലണമെന്ന് പറഞ്ഞിരുന്ന ആ യോഹന്നാൻ, എന്നാൽ ഈശോയുടെ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ ഓടിപ്പോയി കല്ലറയിലേക്ക് കയറുന്നതിന് പകരം മാറി നിൽക്കുന്ന യോഹന്നാനെ നമ്മൾ കാണുന്നുണ്ട്. അതായത് സ്ഥാനം മോഹിച്ചിരുന്ന യോഹന്നാൻ എനിക്കൊരു സ്ഥാനവും വേണ്ടാന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതെങ്ങനെയാണ് യോഹന്നാന് പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടായതെന്ന് നമ്മൾ പരിശോധിച്ചാൽ ആ ചേഞ്ച് ഉണ്ടായത് എങ്ങനെയാണ്? യോഹന്നാൻ എവിടെയായിരുന്നു അതിന് തൊട്ട് മുമ്പുള്ള 2 ദിവസങ്ങൾ 3 ദിവസങ്ങൾ? മാതാവിൻ്റെ കൂടെയായിരുന്നു. മാതാവിൻ്റെ കൂടെ ജീവിച്ച യോഹന്നാന് ക്യാരക്ടറിൽ ചേഞ്ച് ഉണ്ടാവുകയാണ്. അപ്പോൾ ആരാണിത് പഠിപ്പിച്ചത്? അമ്മ പഠിപ്പിച്ചാണ്. അപ്പോൾ അമ്മയ്ക്കാണിത് പഠിപ്പിക്കാൻ അറിയാവുന്നത്. എങ്ങനെ യേശുവിന് സ്വയം സമർപ്പിക്കണം, എങ്ങനെ ഒരു ശിഷ്യനായി മാറണം എന്ന് നമ്മളെ പഠിപ്പിക്കാൻ പരിശുദ്ധ കന്യകാമറിയം അമ്മയെപ്പോലെ മറ്റൊരാളില്ല. അതാണ് എൻ്റെ രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം, 4000 വർഷങ്ങൾ ഇസ്രായേൽ ജനത കാത്തിരുന്നു. എന്തിനു വേണ്ടിയാണ് കാത്തിരുന്നത്? രക്ഷകൻ വന്ന് പിറക്കണമെന്ന് പ്രാർത്ഥിച്ച്. രക്ഷകൻ എവിടെങ്കിലും പിറക്കണമെന്നല്ല. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പിതാക്കന്മാർ. അതായത് ഓരോ യഹൂദ ചെറുപ്പക്കാരെയും പ്രായപൂർത്തിയാകുന്ന നിമിഷം മുതൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: എൻ്റെ ഉദരത്തിൽ മിശിഹ വന്ന് പിറക്കണമേ, മിശിഹായെ പ്രസവിക്കാനുള്ള ഭാഗ്യം എൻ്റെ ഉദരത്തിന് തരണമേ എന്ന് 4000 വർഷങ്ങളായി പ്രാർത്ഥിച്ച് കാത്തിരുന്നൊരു ജനതയിൽ പിതാവായ ദൈവം തൻ്റെ പുത്രന് ജന്മം കൊടുക്കാൻ എലിജിബിളായി, ക്വാളിഫൈഡായി കണ്ടത് ഈ അമ്മയെ മാത്രമാണ്. അതാണ് അമ്മയുടെ യുണീക്ക്നെസ്. അതായത് ഒരു ജനതതിയിൽ 4000 വർഷമായി ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ വഴിയിലൂടെ ജീവിച്ച ഒരു ജനതയിൽ ഈ ഒറ്റയാളെ മാത്രമേ തൻ്റെ പുത്രനെ ലോകത്തിന് സമ്മാനിക്കാൻ പിതാവ് യോഗ്യയായി കണ്ടുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ പിതാവായ ദൈവം അത്രയും വിലമതിച്ച ഈ പരിശുദ്ധ അമ്മ, യേശുവിനെ തരാൻ യോഗ്യമായിട്ട് കണ്ട അമ്മ, യേശുവിനെ തരാൻ ഇന്നും ഈ അമ്മയിലൂടെയാണ് നമുക്ക് യേശുവിനെ കിട്ടുന്നത്. യേശുവിനെ കിട്ടിയത് ഈ അമ്മയിലൂടെയാണ്. ഇന്നും യേശുവിനെ കിട്ടുന്നത് ഈ അമ്മയിലൂടെയാണ്. ഈ ലൂയി മോൺഫോർട്ട് പറയുന്നുണ്ട്, അതായത് ലോകത്തിൽ ഒരു കൃപയും, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ലോകത്തിലെ ഒരു കൃപയും പരിശുദ്ധ അമ്മ വഴി അല്ലാതെ ആർക്കും കിട്ടുന്നില്ല. അങ്ങനെ പറയുന്നത്. അതായത് ലോകത്ത് ആർക്കെന്ത് കൃപ കിട്ടിയിട്ടുണ്ടെങ്കിലും വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയുകയാണ്, അമ്മ വഴി അല്ലാതെ ഒരു കൃപയും ആർക്കും കിട്ടിയിട്ടില്ലെന്ന്. അതായത് മറിയത്തിലൂടെയാണ് ഒരിക്കൽ നമുക്ക് യേശുവിനെ കിട്ടിയത്. ഇന്ന് നമുക്ക് യേശുവിനെ കിട്ടുന്നത് മറിയത്തിലൂടെ തന്നെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഉത്തമഗീതം 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും: അടച്ചുപൂട്ടിയ ഉദ്യാനം, മുദ്ര വെച്ച നീരുറവ. ഈ മണവാട്ടിയെക്കുറിച്ച് പറയുന്ന 2 വാക്കുകളാണ്. അവൾ അടച്ചു വെച്ച ഉദ്യാനമാണ്, അടച്ചുപൂട്ടിയ ഉദ്യാനമാണ്, മുദ്ര വെച്ച നീരുറവയാണ്. അത് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വാക്യങ്ങളായിട്ട് പിതാക്കന്മാർ ആരാധനാ പാരമ്പര്യത്തിൽ പിന്നീട് അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ അടച്ചു പൂട്ടിയ ഉദ്യാനവും മുദ്ര വെച്ച നീരുറവയും. അത് ശരിക്കും മനസ്സിലാക്കണം അതിൻ്റെ അർത്ഥം എന്താണെന്ന്. അതായത് എന്തുകൊണ്ടാണ് ഇത് അടച്ചു പൂട്ടിയ ഉദ്യാനം എന്ന് പറഞ്ഞത്? എന്താണ് മുദ്ര വെച്ച നീരുറവയെന്ന് പറഞ്ഞത്? അതായത് ഈ അമ്മയുടെ ഹൃദയത്തിൽ ദൈവത്തിന് മാത്രമേ പ്രവേശനം ഉണ്ടായിട്ടുള്ളൂ. ഈ ഉദ്യാനത്തിൽ ദൈവം മാത്രമേ പ്രവേശിച്ചിട്ടുള്ളൂ. ഈ നീരുറവ ദൈവത്തിന് മാത്രം പ്രതിഷ്ഠിച്ച നീരുറവയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, മറിയം ഇപ്പോൾ ജെറുസലേം ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം മഹത്വപൂർണനായി എഴുന്നള്ളി ഇരുന്നത് പോലെ തന്നെ ഒരുപക്ഷെ ലൂയി മോൺഫോർട്ട് പറയുന്നത് ആ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവസാന്നിധ്യം നിറഞ്ഞു നിന്നതിനേക്കാൾ കൂടുതൽ മഹത്വത്തോടെ മറിയമാകുന്ന പള്ളിക്കകത്ത് ദൈവം വാഴുന്നുണ്ട്. അങ്ങനെ പറയുന്നത്. മറിയമാകുന്ന ദേവാലയത്തിൻ്റെ അകത്ത് ദൈവമുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ മറിയമാകുന്ന പള്ളിക്കകത്തോട്ട് കയറിയാൽ
നമ്മൾ മറിയത്തിനകത്തേക്കല്ല കയറുന്നത്, തൃത്വത്തിനകത്തേക്കാണ് കയറുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. നമ്മൾ മറിയത്തിൻ്റെ അകത്തോട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പരിശുദ്ധ അമ്മയ്ക്ക് അതായത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഇൻ്റലക്ച്വൽ കൺഫ്യൂഷൻ വരും. പരിശുദ്ധ അമ്മയെ നമ്മൾ ഒത്തിരി സ്നേഹിച്ചാൽ ചിലപ്പോൾ അത് ദൈവമഹത്വത്തിനെതിരാകുമോ എന്നൊരു സംശയം നമുക്കൊരു ഇൻ്റലക്ച്വൽ കൺഫ്യൂഷൻ വരും. അതിനുള്ള ഉത്തരമാണിത്. അതായത് എത്രത്തോളം ഒരാൾ മരിയ ഭക്തിയിൽ വളരുന്നോ അത്രത്തോളം അയാൾ പ്രവേശിക്കുന്നത് തൃത്വത്തിൻ്റെ ജീവനിലേക്കാണ്. അപ്പോൾ മറിയത്തിന് ഒരാൾ എന്തുമാത്രം മഹത്വം കൊടുത്താലും അത് ദൈവത്തിന് മാത്രം കൊടുക്കുന്ന മഹത്വമാണ്. അതുകൊണ്ട് മറിയത്തെ സ്നേഹിക്കാനോ മറിയത്തെ ബഹുമാനിക്കാനോ പരിശുദ്ധ അമ്മയെ വണങ്ങാനോ പ്രാർത്ഥിക്കാനോ മധ്യസ്ഥ അപേക്ഷിക്കാനോ ഏതറ്റം വരെയും പോകാം. എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നത് ദൈവമഹത്വത്തിനെതിരല്ല. നമുക്ക് പലപ്പോഴും ചിലപ്പോൾ ഒരു ആശയക്കുഴപ്പമുണ്ടാകും. ചിലപ്പോൾ ഈ പരിശുദ്ധ അമ്മയോടുള്ള അമിതമായ ഭക്തി ദൈവമഹത്വത്തിനെതിരാകുമോ എന്നൊരാശങ്ക എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇതാണ് അതിൻ്റെ രഹസ്യമെങ്കിൽ എന്താണ്, ഈ അടച്ചുപൂട്ടിയ ഈ ഉദ്യാനത്തിനകത്ത് ദൈവം മാത്രമേ ഉള്ളൂ. അല്ലെ, ദൈവം മാത്രമേ അതിനകത്ത് കയറിയിട്ടുള്ളൂ, ദൈവം മാത്രമേ അവളുടെ ഹൃദയത്തിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഹൃദയത്തിനകത്തേക്ക് ഒരാൾക്ക് കണ്ണും പൂട്ടി കയറാം. അത് ദൈവാരാധനയ്ക്ക് എതിരല്ല. അപ്പോൾ ദൈവമഹത്വത്തിന് നമ്മൾ ഒരിക്കലും ഒരു കുറവും വരുത്തുന്നില്ല. അതാണ് അതിൻ്റെ മറ്റൊരു കാരണം. അതായത് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ തൃത്വൈക ദൈവമല്ലാതെ വേറെ ആരുമില്ല. ഇനി എന്നിട്ട് ലൂയി മോൺഫോർട്ട് വേറൊരു കാര്യം പറയും. അതായത് ഒരു പ്രത്യേക ആനുകൂല്യം ലഭിക്കാത്ത ഒരാൾക്കും മറിയത്തിൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനും പറ്റില്ലെന്ന് മോൺഫോർട്ട് പറയുന്നുണ്ട്. അതായത് ഒരു പ്രത്യേക സ്പെഷ്യൽ ഗ്രേസ് കിട്ടാത്ത ഒരാൾക്കും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ പറയില്ലേ, കൊന്തയൊല്ലാൻ പറ്റില്ല അല്ലേ അമ്മയോട്. അപ്പോൾ അതൊരു സ്പെഷ്യൽ ഗ്രേസ് ആണെന്ന് പറയുന്നത് ലൂയി മോൺഫോർട്ട് പറയുന്നത്. അതൊരു സ്പെഷ്യൽ ഗ്രേസ് ആണ്. ഒരു പ്രത്യേക ആനുകൂല്യം കിട്ടാത്ത ഒരാത്മാവിനും പരിശുദ്ധ അമ്മയുടെ അകത്തോട്ട്, ഈ അടച്ചുപൂട്ടിയ ഉദ്യാനത്തിനകത്തോട്ട്, ഈ മുദ്ര വെച്ച നീറുറവയ്ക്കകത്തോട്ട് എൻട്രി ഇല്ല. അപ്പം നമ്മളൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഈ മരിയൻ കോൺസെക്രേഷനെ നമ്മൾ വലിയൊരു ആനുകൂല്യമായിട്ട് കാണണം. നമുക്ക് ദൈവം തരാൻ പോകുന്ന വലിയൊരു ആനുകൂല്യമാണ്. കാരണം അമ്മയിലേക്ക് ദൈവം പറഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രവേശനമുള്ളൂ. മറ്റൊരു കാരണം, ഈ മറിയം കൃപാപൂർണയാണ്, ഫുൾ ഓഫ് ഗ്രേസ്. പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞവളാണ്. ഇങ്ങനെയാണ് വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയുന്നത്, പുത്രൻ എല്ലാ പുണ്യങ്ങളും അവളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു ഇൻ്റലക്ച്വൽ കൺഫ്യൂഷൻ വരാം. അതിനുള്ള ഉത്തരം കൂടി ഞാൻ പറയാം. അതായത് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു വിമർശന മനസ്സിന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം ഇതാണ്. അതായത് യേശു ഏക മധ്യസ്ഥൻ, യേശുവല്ലേ ഏക മധ്യസ്ഥൻ. അപ്പം മറിയത്തിൻ്റെ മധ്യസ്ഥ്യം ആവശ്യമുണ്ടോ? യേശുവാണ് ഏക മധ്യസ്ഥൻ. ഈ ചോദ്യം നമുക്ക് ഒരു ഇൻ്റലക്ച്വൽ കൺഫ്യൂഷൻ വരാം, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ചോദിക്കാം, നമുക്കില്ലെങ്കിലും. എൻ്റെ ഉത്തരം ഇതാണ്: രക്ഷ നേടിത്തരാൻ യേശു മാത്രം ഏക മധ്യസ്ഥൻ. രക്ഷ നേടിത്തരാൻ, അതായത് കുരിശിലൂടെ രക്ഷ നേടിത്തരാൻ ഒറ്റ ആളേ ഉള്ളൂ. അത് വേറെ ആരുമില്ല അതിനകത്ത്, യേശു മാത്രം. പക്ഷേ ആ നേടിത്തന്ന രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിതരണക്കാരി പരിശുദ്ധ അമ്മയാണ്. ആ വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി, എല്ലാ കൺഫ്യൂഷനും തീർന്നു. മറിയത്തിൻ്റെ മധ്യസ്ഥം എന്തിനാണ്? യേശു നേടിത്തന്ന രക്ഷ ഇന്ന് ഇവിടെ എനിക്ക് കിട്ടാൻ മേരി ഈസ് ദ പ്രൈമറി ഡിസ്പെൻസർ ഓഫ് ദ ഗ്രേസ്. മറിയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിതരണക്കാരി. അപ്പോൾ മറിയത്തിൻ്റെ അടുത്ത് ചെന്നാലാണ് എല്ലാം ഫുൾ പാക്കേജിൽ കിട്ടുന്നത്. മനസ്സിലായില്ല? അതായത് പരിശുദ്ധ അമ്മയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ ഈശോ നേടിത്തന്ന രക്ഷ മുഴുവൻ അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ എന്തൊരു ഫ്രീഡം കിട്ടും നമുക്ക് മരിയ ഭക്തിയിൽ. കാരണം ഈശോ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നേടിത്തന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ആരുടെ അടുത്തുനിന്ന് കിട്ടും? അമ്മ എടുത്തു തരും. അമ്മ ഏൽപ്പിച്ചിരിക്കുകയാണ് അത് മുഴുവൻ. അതുകൊണ്ടാണ് കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് യോഹന്നാനെ പിടിച്ച് അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം എല്ലാം അമ്മ തരും, അല്ലെ അമ്മ മതി എന്നുള്ള യേശുവിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണത്.
അമ്മയെ നോക്കിയാൽ മതി, അമ്മയുടെ അടുത്ത് പോയാൽ മതി, അമ്മയെ സമീപിച്ചാൽ മതി, അമ്മയെ ആശ്രയിച്ചാൽ മതി, അമ്മയോട് പ്രാർത്ഥിച്ചാൽ മതി, അമ്മയെ ആശ്രയിച്ചാൽ. അപ്പോൾ അതാണ് മറ്റൊരു കാരണം. കൃപാപൂർണ എന്നതിൻ്റെ വേറൊരു അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. പുത്രൻ എല്ലാ കൃപകളും അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ രക്ഷയുടെ പ്രധാന വിതരണക്കാരി അമ്മയാണ്. ലൂയി മോൺഫോർട്ട് പറഞ്ഞ വാചകം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സ്വർഗീയ ദാനങ്ങളെല്ലാം മറിയത്തിൻ്റെ കയ്യിലൂടെ അല്ലാതെ മനുഷ്യർക്ക് കിട്ടില്ല. മറിയത്തിൻ്റെ കയ്യിലൂടെ അല്ലാതെ മനുഷ്യർക്ക് കിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇനി മറ്റൊരു കാരണം, ഈ അന്ത്യകാല വിശുദ്ധർ അല്ലെങ്കിൽ അന്ത്യകാല പ്രേക്ഷിതർ എന്നൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഇങ്ങനെ പ്രധാനപ്പെട്ട പല വിശുദ്ധരും പ്രവചിച്ചിട്ടുണ്ട്. ആദ്യകാല സഭയിലുണ്ടായിരുന്ന വിശുദ്ധരെ വെല്ലുന്ന മഹാവിശുദ്ധർ അന്ത്യകാല സഭയിലുണ്ടാവും. അങ്ങനെ പ്രവചിച്ച എല്ലാ വിശുദ്ധരും ആ അന്ത്യകാല പ്രേക്ഷിതരെക്കുറിച്ച്, അന്ത്യകാല പ്രേക്ഷിതർ നമുക്ക് ഒത്തിരി വിശദീകരണം ആവശ്യമുള്ളൊരു കാര്യമാണ്. ഞാൻ 1-2 വാചകങ്ങളിൽ മാത്രം പെട്ടെന്ന് പറയാം. അതായത് തിരുസഭ ഒരു അന്തിമ പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോകും. ഒരു ഫൈനൽ ട്രിബുലേഷൻ, ലാസ്റ്റ് ട്രിബുലേഷൻ, ഒരു അന്തിമ പോരാട്ടം സഭയിലുണ്ടാവും. അത് വെളിപാട് പുസ്തകത്തിലും എല്ലാം വിവരിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു അന്തിമ പരീക്ഷണ ഘട്ടത്തിലൂടെ സഭ കടന്നു പോകും. അങ്ങനെ സഭ കടന്നു പോകുമ്പോൾ വലിയ ഡിസപ്ഷൻ സഭയിലുണ്ടാവും, വലിയ വഞ്ചന ഉണ്ടാവും. വിശ്വാസത്തിൽ അനേകം പേര് വഴിതെറ്റിക്കപ്പെടും, ഒത്തിരി പേര് വഞ്ചിക്കപ്പെടും. അപ്പോൾ ആ അന്ത്യകാല പരീക്ഷണ ഘട്ടത്തിൽ സർവൈവ് ചെയ്യാൻ പോകുന്നത്, അതിജീവിക്കാൻ പോകുന്നത് ഈ മരിയൻ സൈന്യമായിരിക്കും. മറിയത്തിൻ്റെ, അതാണ് ഈ അന്ത്യകാല പരീക്ഷണത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ കിട്ടിയ വിശുദ്ധരെല്ലാം ഈ അന്ത്യകാല പ്രേക്ഷിതർ എന്ന് പറയുന്ന ആശയം വിശദീകരിക്കും. വിശുദ്ധ വിൻസെൻ്റ് ഫെറർ, ലൂയി മോൺഫോർട്ട് എല്ലാം ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത്, അതായത് ഈ അന്ത്യകാല പരീക്ഷണ ഘട്ടത്തിലൂടെ സഭ കടന്നു പോകുമ്പോൾ സർവൈവ് ചെയ്യുന്നത് മരിയ ഭക്തരായിരിക്കും, മാതാവിനോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ അതാണ് ഈ മരിയൻ കോൺസെക്രേഷൻ നടത്തേണ്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ അന്തിമ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ നിലനിൽക്കാൻ മാതാവിൻ്റെ പ്രതിഷ്ഠ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാരണം ഇതാണ്. അതായത് യേശുവിൻ്റെ ഒന്നാമത്തെ വരവിൽ അമ്മയാണ് മീഡിയേറ്റ് ചെയ്തത്, അമ്മയാണ് മധ്യസ്ഥയായത്, അല്ലെങ്കിൽ അമ്മയാണ് കാരണമായത്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിലും അമ്മയ്ക്കൊരു റോളുണ്ട്. ഒരു മരിയൻ ടീമാണ് ഈ അന്ത്യകാല സഭയെ നയിക്കാൻ പോകുന്നത്. അന്ത്യകാല സഭയെ മുന്നിൽ നിന്ന് നയിക്കാൻ പോകുന്നതും സഭയെ ലീഡ് ചെയ്യാൻ പോകുന്നതും സഭയെ വിശ്വാസത്തിൽ പിടിച്ചു നിർത്താൻ പോകുന്നതും മരിയൻ സൈന്യമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ രണ്ടാം വരവിന് അമ്മ മീഡിയേറ്റ് ചെയ്യും. ആദ്യം അമ്മ പ്രസവിച്ചതുപോലെ യേശുവിനെ ആദ്യത്തെ വരവിൽ അമ്മ പ്രസവിച്ചു തന്നു. ഈ രണ്ടാമത് വരുന്ന യേശുവിനെ സ്വീകരിക്കാൻ സഭയെ ഒരുക്കാൻ പോകുന്നത് പരിശുദ്ധ അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മരിയൻ കോൺസെക്രേഷൻ അത്യാവശ്യമാണ്. അതാണ് മറ്റൊരു 7ാമത്തെ കാരണം. 8ാമത്തെ കാരണം, പിശാചിന് ഒരു അധികാരവും ഇല്ലാത്ത ആളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് അമ്മയുടെ അടുത്ത് പോകുന്നത് സേഫാണ്. കാരണം സാത്താന് സ്ഥലങ്ങളുടെ മേൽ അധികാരമുണ്ട്, വ്യക്തികളുടെ മേൽ അധികാരം ഉണ്ടാവാം, പാപം വഴി, പിന്നെ സംവിധാനങ്ങളുടെ മേൽ അധികാരം ഉണ്ടാവാം. പിശാചിന് ഒരു തരത്തിലും ഒരു അധികാരവും ഒരവകാശവും ഇല്ലാത്ത ആളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് അമ്മയുടെ ഹൃദയത്തിലോട്ട് കയറിയാൽ സേഫാണ്, എല്ലാ പിശാചിൻ്റെ ഡിസപ്ഷനിലും സേഫാണ്. ഇത്രയും കാരണങ്ങളാണ് ഞാൻ ലൂയി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയഭക്തി വായിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്. ഈ 8 കാരണങ്ങളാണ് വിശുദ്ധം പറയുന്നത്. ഒത്തിരി പറയുന്നുണ്ട്, ഒത്തിരി കാരണം അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കെല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പ്രധാനപ്പെട്ടെന്ന് എനിക്ക് തോന്നിയ 8 കാരണങ്ങൾ. എന്തുകൊണ്ട് നമ്മൾ ഈ സമർപ്പണം നടത്തണം, ഇത് എല്ലാ വിധത്തിലും നമ്മളെ സഹായിക്കും. ഒറ്റ കാര്യം കൂടി അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഇതിൻ്റെ റിസൾട്ട്? ഇതിൻ്റെ റിസൾട്ട് ഇതാണ്, നമ്മുടെ വിശുദ്ധീകരണമാണ് ഇതിൻ്റെ ഫലം. നമ്മൾ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടും. കാരണം അമ്മയ്ക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. എന്താ അമ്മയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ? നമുക്ക് വലിയ വീടുണ്ടാക്കി തരിക, നമുക്ക് സാമ്പത്തിക പ്രയോജനം ഉണ്ടാക്കി തരിക എന്നല്ല. അമ്മയ്ക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ. അമ്മയുടെ ഏക ലക്ഷ്യം നമ്മളെ യേശുവിനെ പോലെ ആക്കുക എന്ന് മാത്രമാണ്. അപ്പോൾ നമ്മളിൽ യേശു അല്ലാതെ അവശേഷിക്കുന്ന 10,000-കണക്കിന് മേഖലകളിൽ അമ്മ പ്രവർത്തിക്കാൻ തുടങ്ങും. അതായത് ഈ 33 ദിവസത്തെ പ്രതിഷ്ഠയുടെ ദിവസങ്ങളിലല്ല നമ്മളിതിൻ്റെ റിസൾട്ട് കാണാൻ പോകുന്നത്. ഈ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഒരാത്മാവ് മറിയത്തിൻ്റെ സ്വന്തമായി കഴിയുമ്പോൾ ആ ആത്മാവിൽ മറിയം പ്രവർത്തിച്ചു തുടങ്ങും. അപ്പോൾ അതാണ് ഇതിൻ്റെ റിസൾട്ട്. ആജീവനാന്തം നമ്മുടെ ജീവിതം യേശുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപമാകാൻ നമ്മളെ തന്നെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. അമ്മയ്ക്ക് കൊടുത്ത് നമ്മൾ പറയുകയാണ്, അമ്മ ഇപ്പം ഞാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, ഞാൻ നോക്കിയിട്ട് ഒരിടത്തും എത്തിയിട്ടില്ല,
അമ്മ എൻ്റെ ജീവിതത്തെ അമ്മ സമർപ്പിച്ചതുപോലെ യേശുവിനെ സമർപ്പിക്കാൻ ഒരുക്കിയെടുത്ത് സമർപ്പിക്കുക. മനസ്സിലായല്ലോ? ഇതാണ് ഈ മരിയൻ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ലോജിക്ക്. അതാണ് ഞാൻ വിശദീകരിച്ചത്. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 33 ദിവസത്തെ ഒരുക്കം നടത്തിയിട്ട് 34ാമത്തെ ദിവസം, അത് ഒരു പരിശുദ്ധ അമ്മയുടെ തിരുനാളിലാണ് ഈ കോൺസെക്രേഷൻ നടത്തുന്നത്. നമ്മളിത് അറിയാമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടി പെട്ടെന്ന് ഒന്ന് സൂചിപ്പിച്ചു പോവാണ്. അതായത് ഇപ്പോൾ സെപ്റ്റംബർ 8 മാതാവിൻ്റെ തിരുനാളാണ്. അവിടുന്ന് പുറകോട്ട് 33 ദിവസം എണ്ണിയെടുത്താണ് ഈ ഓഗസ്റ്റ് മാസം നമ്മൾ ഈ തുടങ്ങുന്നത്. ഓഗസ്റ്റ് മാസം 6-ാം തീയതി തുടങ്ങുന്നത്. അപ്പോൾ സെപ്റ്റംബർ 8 വരുമ്പോൾ 34ാമത്തെ ദിവസമാവും. അപ്പോൾ സെപ്റ്റംബർ 7 ആകുമ്പോൾ 33 ദിവസത്തെ ഒരുക്കം പൂർത്തിയാക്കും. 33 ദിവസത്തെ ഒരുക്കം സെപ്റ്റംബർ 7 പൂർത്തിയാക്കി കുമ്പസാരിച്ച് 8-ാം തീയതി വിശുദ്ധ കുർബാന സ്വീകരിച്ച് മരിയൻ വിമലഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥന ചൊല്ലി ഈ പ്രതിഷ്ഠ പൂർത്തിയാക്കും. 2 കാര്യങ്ങളുണ്ട് ഇതിന്. ഒന്ന്, ഇത് ആന്തരികമാണ് എന്ന് പറഞ്ഞാൽ ഇത് ഭാഗ്യമായിട്ട് നമ്മൾ ചൊല്ലുന്ന കുറേ പ്രാർത്ഥനകൾ ചൊല്ലുന്നു, കുറേ അതുമാത്രമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ധ്യാനം മുഴുവൻ ആന്തരികമായി നടത്തണം. അതിനാണ് നമ്മൾ ഈ 34 ദിവസവും വചന ശുശ്രൂഷ തരുന്നത്. എന്തിനാണ്? ഇത് ധ്യാനിക്കാൻ വേണ്ടിയാണ്. എന്താണ് നമ്മൾ നടത്തുന്നത്, ഇന്നെന്താണ് ചെയ്യേണ്ടത്, അത് നമ്മൾ ധ്യാനിക്കും. അത് ആന്തരികമാണ്. അങ്ങനെ ധ്യാനിച്ചതിന് ശേഷം നമ്മൾ ആരാധന നടത്തുമ്പോൾ ആരാധനയിലും പിന്നെ ഓരോരുത്തരും വ്യക്തിപരമായും എന്തു ചെയ്യും? കുറേ പ്രാർത്ഥനകൾ ചൊല്ലാൻ വിശുദ്ധ ലൂയി മോൺഫോർട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റു മരിയൻ പ്രതിഷ്ഠകളിൽ നിർദ്ദേശിക്കപ്പെട്ട പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ ചൊല്ലി വചനം വായിച്ച് ആത്മീയ വായനകൾ നടത്തി സൽകൃത്യങ്ങൾ ചെയ്ത് നമ്മൾ ബാഹ്യമായ ചില പ്രവൃത്തികളിലൂടെ നമ്മുടെ സമർപ്പണത്തിന് വേണ്ടി ഒരുങ്ങും. പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ബാഹ്യമായ കുറച്ച് പ്രാർത്ഥന മാത്രം 33 ദിവസം ചൊല്ലിയതുകൊണ്ട് കോൺസെക്രേഷൻ ആവുന്നില്ല. ഈ ആന്തരിക ധ്യാനം കൂടാതെയുള്ള ഈ പ്രാർത്ഥന ചൊല്ലലുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും, ഇപ്പം നമ്മളൊരു 10, 20, 30, 40 മിനിറ്റ് എടുത്ത് ചിലപ്പോൾ ചില കാര്യങ്ങൾ വിശദീകരിക്കും. പക്ഷേ ഓരോരുത്തരും ഓരോ ദിവസവും ഈ കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഒരുങ്ങിയും വചനം ധ്യാനിച്ചും നമ്മൾ ബാക്കി പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമ്പോൾ ആ പ്രതിഷ്ഠ പൂർണ്ണമായിട്ട് മാറും. അപ്പോൾ ഇത് ആന്തരികവുമാണ് ബാഹ്യവുമാണ് ഈ പ്രതിഷ്ഠ നടത്തുന്നത്. ഇനി അതിൻ്റെ ഒരു ക്രമം ഇങ്ങനെയാണ്, വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അതായത് ഈ 33 ദിവസം ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 4ആയിട്ടാണ്. 4 ഘട്ടങ്ങളുണ്ട് ഇതിന്. ആദ്യത്തെ 12 ദിവസങ്ങളാണ് ഒന്നാമത്തെ ഘട്ടം. പിന്നെ അടുത്ത 7 ദിവസം രണ്ടാമത്തെ ഘട്ടം. അതിനടുത്ത 7 ദിവസം മൂന്നാമത്തെ ഘട്ടം. അവസാനത്തെ 7 ദിവസം 4ാമത്തെ ഘട്ടം. ഇങ്ങനെ 4 സ്റ്റേജിലായിട്ടാണ് ഈ മരിയൻ പ്രതിഷ്ഠ നടത്താൻ പോകുന്നത്. ഒന്നാമത്തെ ഘട്ടത്തിൽ 12 ദിവസമുണ്ട്. ആ 12 ദിവസത്തിൽ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ടത് ലോക അരൂപിയിൽ നിന്നുള്ള മോചനം. അതാണ് ആ വിഷയം. ആ 12 ദിവസത്തെ ഒരുക്കത്തിൽ നടക്കേണ്ടത് ലോക അരൂപിയിൽ നിന്നുള്ള മോചനം. അപ്പോൾ നമ്മൾ ആ 12 ദിവസങ്ങളിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യാൻ പോകുന്നത് ലോകാരൂപിയിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള ചിന്തകളും വചനവും ധ്യാനവും പ്രാർത്ഥനയും എല്ലാം ആയിരിക്കും നമ്മൾ നടത്താൻ പോകുന്നത്. ഇനി അടുത്ത 2ാമത്തെ ഘട്ടത്തിൽ ആത്മജ്ഞാനം എന്നാണ് 2ാമത്തെ ഘട്ടത്തെ വിളിക്കുന്നത്. ആത്മജ്ഞാനം ഇത് ലൂയി മോൺഫോർട്ട് വിവരിക്കുന്ന ഘട്ടമാണ്. അപ്പോൾ വിശുദ്ധം പറയുന്ന 2ാമത്തെ ഘട്ടത്തിൽ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു. നമ്മൾ ഏതവസ്ഥയിലാണ്, പ്രത്യേകിച്ച് നമ്മുടെ ബലഹീനാവസ്ഥ, പാപാവസ്ഥ, നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്. അതാണ് അടുത്ത 7 ദിവസങ്ങളിൽ സെക്കൻഡ് ഫേസിൽ നടത്താൻ പോകുന്നത്. മൂന്നാമത് വരുന്ന അടുത്ത 7 ദിവസങ്ങൾ, ഇപ്പോൾ 12, 7, 19 ദിവസമായി. അടുത്ത 7 ദിവസങ്ങൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച്, മാതൃജ്ഞാനം, അമ്മയെക്കുറിച്ചുള്ള അറിവ് അടുത്ത 7 ദിവസങ്ങളിൽ. അതെന്തിനാണ് അമ്മയെക്കുറിച്ച് അറിയുന്നത് ഈ ഘട്ടത്തിൽ? അതായത് ഈ ബലഹീനതയെ അതിജീവിക്കാൻ അമ്മ എങ്ങനെ സഹായിക്കും, അതാണ് അടുത്ത 7 ദിവസങ്ങളിലെ ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വിഷയം. അവസാനം ക്രിസ്തുജ്ഞാനം, 4ാമത്തെ ഘട്ടം. യേശുവിനെ അടുത്തറിയുന്ന ഘട്ടമാണ് 4ാമത്തേത്. അപ്പോൾ 26, 7, 33. അപ്പോൾ അവസാനത്തെ 7 ദിവസങ്ങൾ. അങ്ങനെ ആദ്യത്തെ 12 ദിവസം, പിന്നെ 7, 7, 7, അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് 33 ദിവസത്തെ ഒരുക്കം. 33 ദിവസം ഒരുങ്ങിക്കഴിഞ്ഞ് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിമലഹൃദയ പ്രതിഷ്ഠ നമ്മൾ നടത്തിയതിന് ശേഷം എന്തു ചെയ്യും? നമ്മൾ ഈ പ്രതിഷ്ഠ 34ാമത്തെ ദിവസം അത് പൂർത്തിയാക്കിയിട്ട് പിന്നെ വരുന്ന എല്ലാ ദിവസവും ഈ മരിയൻ കോൺസെക്രേഷൻ്റെ ചെറിയൊരു പ്രാർത്ഥനയുണ്ട്. വിമലഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥന ചൊല്ലി നമ്മൾ എല്ലാ ദിവസവും ഈ പ്രതിജ്ഞയെ നവീകരിക്കും. ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മൾ മൊത്തത്തിൽ നടത്താൻ പോകുന്നത് വിമലഹൃദയ പ്രതിഷ്ഠയുടെ ജനറലായിട്ട്. ഇന്ന് നമുക്ക് 1ാമത്തെ ദിവസമാണ്. ഇന്ന് 1ാമത്തെ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട്
ഈ ഒന്നാമത്തെ ദിവസം എന്താണ് ചിന്തിക്കണം, അതുകൂടെ ധ്യാനിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിലേക്ക്, ആരാധനയിലേക്ക് കടക്കാൻ. അപ്പോൾ ഡേ 1 എന്താ ചെയ്യുന്നത്? അപ്പം ഈ 12 ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് പെട്ടെന്നൊരു ധാരണ മനസ്സിലാക്കാം. ഈ 12 ദിവസങ്ങളിൽ ലോകാരൂപിയെ നിരാകരിക്കുക, അതാണ് വിഷയം. അപ്പോൾ ഇന്ന് മുതൽ 12ാമത്തെ ദിവസം വരെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ലോകാരൂപിയെ ഉപേക്ഷിക്കുക. ലോകാരൂപി എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പാപജീവിതത്തെ ഉപേക്ഷിക്കുക. അപ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്? അത് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാവുന്ന വിധത്തിൽ പറയുകയാണ്. ഇപ്പം ഞാൻ എന്താണ് ഈ ദിവസങ്ങളിൽ ചിന്തിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്? അതായത് പാപത്തിൻ്റെ സമസ്ത മേഖലകളിൽ നിന്നും എനിക്ക് മോചനം പ്രാപിക്കണം എന്ന ആഗ്രഹം, ധ്യാനം, പ്രാർത്ഥന, ഇതാണ് ഈ 12 ദിവസങ്ങൾ. അതായത് പാപത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും അമ്മേ എനിക്ക് മോചനം പ്രാപിക്കണം, എനിക്ക് പാപം ചെയ്യാത്ത ഒരു ജീവിതം തരണം. അതിനുവേണ്ടി അപ്പം ഈ ആഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾ നടത്തരുത്. അതായത് നമുക്ക് പാപം ഉപേക്ഷിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ പാപം നമുക്ക് വേണം, എനിക്ക് കുറച്ച് പാപമൊക്കെ വേണം, അങ്ങനെ ചിന്തിച്ചിട്ട് നമുക്കിത് നടത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിത് നടത്തുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ലോകാരൂപി ഉപേക്ഷിക്കാൻ നമ്മൾ തീരുമാനിക്കണം. നമുക്ക് തീരുമാനിക്കണം. പറ്റുന്നില്ല നമുക്ക്, അതിനാര് നമ്മളെ സഹായിക്കും? അമ്മ സഹായിക്കും. അമ്മ സഹായിക്കാനാണല്ലോ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ലോകാരൂപിയെ ഉപേക്ഷിക്കാൻ. അപ്പോൾ എന്താണ് ഒന്നാമത്തേത്? പിശാചിനെയും അവൻ്റെ എല്ലാ ആഡംബരങ്ങളെയും ഉപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1. 2, പാപത്തെയും പാപം തരുന്ന സുഖങ്ങളെയും പാപമാർഗങ്ങളെയും പാപ സാഹചര്യങ്ങളെയും ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. പിശാചിനെ അവൻ്റെ ആഡംബരങ്ങൾ ഉപേക്ഷിക്കുന്നു, പാപത്തെയും പാപസുഖങ്ങളെയും പാപം തരുന്ന സന്തോഷത്തെയും പാപത്തിൻ്റെ വഴികളെയും പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. 3, ലോകത്തെയും ലോക സുഖങ്ങളെയും ലോകം വാഗ്ദാനം ചെയ്യുന്ന മോഹങ്ങളെയും ലോകം പ്രോമിസ് ചെയ്യുന്ന എല്ലാറ്റിനെയും ലോകത്തെ എനിക്ക് വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുന്നു. എനിക്ക് ലോകത്തെക്കാൾ ദൈവത്തെ മതി എന്ന് തീരുമാനിക്കും. ഇത് നമ്മുടെ മനസ്സിലില്ലാതെ നമ്മൾ ഈ 12 ദിവസം കുറേ പ്രാർത്ഥന ചൊല്ലിയതുകൊണ്ട് വിമലഹൃദയ പ്രതിഷ്ഠ ആവുന്നില്ല. അത് വ്യക്തമാക്കിയിരിക്കണം. ഞാനും നിങ്ങളും അത് മനസ്സിലാക്കിയിരിക്കണം. എന്താണ്? നമുക്കിതിന് ആഗ്രഹമില്ല. ആഗ്രഹമില്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് പ്രാർത്ഥന എന്ന വിമലഹൃദയ പ്രതിഷ്ഠ എല്ലാവരും നടത്തുന്നു, ഞാനും നടത്തിക്കളയാം. TV വരുന്നു, നടത്തിക്കളയാം. വൈകുന്നേരം സമയമുണ്ട്, ഫ്രീ ആണല്ലോ, നടത്തിക്കളയാം. അങ്ങനെ ചിന്തിച്ചിട്ട് ഇതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ കുറേ പ്രാർത്ഥന ചൊല്ലി തീർത്തുന്നേ ഉള്ളൂ. മറിച്ച് ഈ ധ്യാനമാണ്, ഈ ആന്തരികതയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടത്. ഈ 12 ദിവസങ്ങളിൽ നമ്മൾ ഇന്ന് മുതൽ ആഗ്രഹിക്കുകയാണ്, ദൈവമേ എനിക്ക് പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വെറുത്ത് ഞാൻ ഉപേക്ഷിക്കുന്നു, എനിക്ക് പാപം ചെയ്യണ്ട. മനസ്സിലാവുന്നോ? പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 18 വരെ വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെ വാക്യങ്ങൾ എങ്ങനെയാണ്? അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു, എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു. എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. അപ്പോൾ ദൈവവചനം പറയുകയാണ്, നമ്മൾ ലോകത്തിലാണെങ്കിലും നമ്മൾ ലോകത്തിൻ്റേത് അല്ല. ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. അങ്ങനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക്. അപ്പോൾ ഇതിൻ്റെ സ്പിരിറ്റ് ഇതാണ്. നമ്മൾ ലോകത്തിലാണെങ്കിലും നമ്മൾ ലോകത്തിൻ്റേത് അല്ല. അതുകൊണ്ട് ലോകം എനിക്ക് വേണ്ട. ലോകാരൂപി, പാപാരൂപി അല്ലെ തിന്മ എനിക്ക് വേണ്ട എന്ന തീരുമാനമാണത്. മറ്റൊരു വചനം വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. കണ്ടോ, അതാണ് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. 12 ദിവസങ്ങളിൽ നമ്മുടെ അകത്ത് വരേണ്ട ധ്യാനം ഇതാണ്. ഈ ലോകം പോകുന്നത് പോലെ അല്ല, അങ്ങനെ ഞാൻ പോകരുത്, ഞാനങ്ങനെ പോകരുത്, ഈ തീരുമാനം. അടുത്ത വാക്യം വായിക്കാം. 8-ാം അധ്യായം, റോമർ 8:12. റോമർ 8:12 അപ്പോസ്തലൻ പറയുകയാണ്: ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് എന്ന് പറഞ്ഞാൽ നമ്മൾ ജഡിക പ്രവണത എന്ന് പറഞ്ഞാൽ ലോക മനുഷ്യർ പെരുമാറുന്നത് പോലെ എല്ലാവിധത്തിലും പെരുമാറാൻ
നമ്മൾ അങ്ങനെയുള്ളവരല്ല, ജഡത്തിന് കടപ്പെട്ടവരല്ല, അല്ലെ ജഡത്തിന് അടിമപ്പെട്ടവരല്ല എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങൾ. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങൾ. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അതാണ് പ്രശ്നം. എന്തിനാണ് ലോകാരൂപിയിൽ നിന്ന് മോചനം പ്രാപിക്കേണ്ടത്? പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഗതം പ്രവർത്തിക്കുന്നവരാകട്ടെ നേകം നിലനിൽക്കുന്നു. അപ്പോൾ ഇതാണ് ഈ 12 ദിവസങ്ങളെക്കുറിച്ച് പൊതുവായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി അവസാനിച്ചിട്ടില്ല. ഡേ 1 ആണിത്. ഇന്ന് 1-ാമത്തെ ദിവസം നമ്മൾ പ്രത്യേകമായി ധ്യാനിക്കേണ്ട വിഷയം ഇതാണ്. എല്ലാവരും, ഞാനും നിങ്ങളും, അച്ഛനും സിസ്റ്ററും അൽമായനും ദൈവവേലക്കാരനും കുടുംബജീവിതക്കാരനും എല്ലാവരും സഭ പഠിപ്പിക്കുകയാണ്, പരിപൂർണതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ വിഷയം. നമ്മളെല്ലാവരും, നമുക്ക് കുറച്ച് വചനങ്ങൾ വായിക്കുമ്പോൾ അതിന് വ്യക്തത കിട്ടും. അതായത് നമ്മൾ ജീവിക്കുന്ന അവസ്ഥയിൽ തന്നെ നിൽക്കാൻ പാടില്ല. എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് പരിപൂർണതയിലേക്കാണ്, പൂർണ്ണതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 5:48 വായിച്ചേ. 5:48. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 11-ാമത്തെ വാക്യം. വെളിപാട് പുസ്തകം 22:11 വേഗം വായിക്കാം. വെളിപാട് 22:11 വായിച്ചേ. അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊല്ലട്ടെ, പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞു കൊല്ലട്ടെ. അടുത്ത ഉറക്കെ വായിച്ചേ. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. അതാണ് 1-ാമത്തെ ദിവസത്തിൻ്റെ വിഷയം. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടാനുണ്ട്, ഇനിയും വിശുദ്ധീകരിക്കപ്പെടാനുണ്ട്. അപ്പോൾ നമ്മൾ വിശുദ്ധീകരണത്തിൻ്റെ നിലവാരത്തിൽ 1/2 മാർക്ക് പോലും വാങ്ങിച്ചിട്ടില്ല 100-ൽ. 1/4 മാർക്ക് പോലും നമുക്കില്ല. നമുക്ക് ഒരുപാട് മേഖലകളിൽ എത്തിച്ചേരാനുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ ആദ്യത്തെ ദിവസം ഉണ്ടാവേണ്ടത്. നമ്മൾ പൂർണ്ണതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 1 യോഹന്നാൻ 2:15-16 നമ്മൾ വായിച്ചതാണ്. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. അപ്പോൾ നമ്മൾ പരിപൂർണതയിലേക്ക് വേറൊരു വാക്യം വായിക്കാം. ലൂക്ക 12:48 വായിക്കാം. ലൂക്ക 12:48. ലൂക്ക 12:48 വായിച്ചേ. ലൂക്ക 12:48. എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്തെങ്കിൽ അവൻ ലഘുവായേ പ്രകരിക്കപ്പെടുകയുള്ളൂ. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിച്ചവനോട് അധികം ചോദിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനികളായി മാമോദീസ സ്വീകരിച്ചു, ഇനി ഓരോ ജീവിതാന്തസ്സിൽ പ്രവേശിച്ചു. അപ്പോൾ കർത്താവ് പറയുകയാണ്, നമ്മൾ സുവിശേഷം കേട്ടവർ, യേശുവിനെ അറിഞ്ഞവർ, വചനം പഠിച്ചവർ, വചനം അറിഞ്ഞവർ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടണം. കൂടുതൽ ചോദിക്കും. അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും, അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ഫിലിപ്പി ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 12-13 വായിക്കാം. ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. അടുത്ത വാക്യം. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വെളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് അതിനാൽ നമ്മിൽ പൂർണ്ണത പ്രാപിച്ചവർ ഇങ്ങനെ തന്നെ ആഗ്രഹിക്കട്ടെ. അതായത് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ എവിടെയെങ്കിലും എത്തിയെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ യേശുവിനെ നോക്കിക്കൊണ്ട് ഓടിക്കൊണ്ടേയിരിക്കുന്നു, പൂർണ്ണതയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുക
എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അതാണ് നമ്മൾ ഈ ഒന്നാമത്തെ ദിവസം ധ്യാനിക്കേണ്ടത്. കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. നമുക്ക് ഇവിടം കൊണ്ട് നിർത്താൻ പാടില്ല. അതുകൊണ്ട് പറയുകയാണ്, പഴയ നിയമത്തിൽ വചനം പറയുന്ന പോലെ, എൻ്റെ തോട് നദിയായി എൻ്റെ നദി സമുദ്രമായി. എൻ്റെ തോട് നദിയായി എൻ്റെ നദി സമുദ്രം. തോട് നദിയാവണം, നദി സമുദ്രമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കാൻ പാടില്ല, മുന്നോട്ട് പോകണം. എസെക്കിയേലിനോട് പറഞ്ഞ പോലെ മുന്നോട്ട് പോകണം. നമ്മൾ വിശുദ്ധ ജീവിതത്തിൽ ഒരുപാട് ദൂരം പോകാനുണ്ട്. അതിനു വേണ്ടി അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. ഇനി നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളെക്കുറിച്ച് കൂടി ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഈ 12 ദിവസങ്ങളിൽ നമ്മൾ നിർബന്ധമായും ചൊല്ലണമെന്ന് വിശുദ്ധ ലൂയി മോൺഫോർട്ട് നിഷ്കർഷിക്കുന്ന കുറച്ച് പ്രാർത്ഥനകളുണ്ട്. ഇനി ഒരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം നിർദ്ദേശിക്കുന്നത് ഒരു മോഡൽ മാത്രമാണ്. ഇപ്പോൾ കൃത്യമായിട്ട് ആ പ്രാർത്ഥനകൾ തന്നെ ചൊല്ലണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഒരാൾക്ക് അദ്ദേഹം ഈ 12 ദിവസങ്ങളിൽ ജപമാല പ്രാർത്ഥന നടത്താൻ നിർദ്ദേശിക്കുന്നില്ല, അദ്ദേഹം നിർദ്ദേശിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ജപമാല പ്രാർത്ഥന നടത്താം. അദ്ദേഹം പറഞ്ഞൊരു പ്രാർത്ഥന ചിലപ്പോൾ നമുക്ക് ചൊല്ലാതിരിക്കാം. ഇതിനകത്തൊന്നും ഒരു കൃത്യമായ ഒരു നിർബന്ധമൊന്നും വിശുദ്ധം വെക്കുന്നില്ല. അദ്ദേഹം പറയുന്നത്, ഇത് ഞാൻ ഒരു മാതൃക അവതരിപ്പിച്ച് തരുന്നു, നിങ്ങൾക്ക് വേറെ രീതിയിലും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകൾ ചൊല്ലുന്നതിന് കൃത്യമായ നിബന്ധനകൾ ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നത്. കാരണം അല്ലെങ്കിൽ ഈ പ്രാർത്ഥന എനിക്ക് അറിയാൻ പാടില്ല, എനിക്കത് ചൊല്ലാൻ പറ്റിയില്ല, എനിക്ക് ആ പ്രാർത്ഥന കിട്ടിയില്ല എന്നൊന്നും ഓർത്ത് ഇനി ആരും വിഷമിച്ചിരിക്കേണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന പ്രാർത്ഥനകൾ മാതാവുമായി ബന്ധപ്പെട്ടത്, പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ ചൊല്ലുക എന്നുള്ളതാണ്. ഇനി ലൂയി മോൺഫോർട്ട് നിർദ്ദേശിക്കുന്ന പ്രാർത്ഥനകൾ ഞാൻ പൊതുവായിട്ടൊന്ന് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. ഒന്ന്, ഈ വേനി ക്രിയത്തോർ സ്പിരിത്തൂസ് എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ആ സഭയുടെ ആരാധനാക്രമത്തിലെ ഗാനം, പരിശുദ്ധാത്മാവെ പാവനാത്മാവെ വരിക, അല്ലെ പരിശുദ്ധാത്മാവെ വരണമേ എന്നുള്ള രീതിയിലൊക്കെ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻസ് ലഭ്യമാണ്. നമ്മൾ ആരാധനയുടെ സമയത്ത് ആ ഗാനം പാടി പ്രാർത്ഥിക്കും. അപ്പോൾ ആ പ്രാർത്ഥന ലൂയി മോൺഫോർട്ട് നിർദ്ദേശിക്കുന്ന പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവെ വരണമേ എന്നുള്ള പ്രാർത്ഥന. കം ക്രിയേറ്റ്, സൃഷ്ടിക്കുന്ന ആത്മാവെ വന്നാലും ആ പ്രാർത്ഥന. പിന്നെ അതുപോലെ തന്നെ സമുദ്രതാരമേ എന്നുള്ള പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന, ആ ഗീതം ലൂയി മോൺഫോർട്ട് നിർദ്ദേശിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ എത്രയും ദയുള്ള മാതാവേ, അത് നമുക്ക് ചൊല്ലാം. ലൂയി മോൺഫോർട്ട് പ്രത്യേകമായിട്ട് ആ പ്രാർത്ഥന നിർദ്ദേശിച്ചിട്ടില്ല, പക്ഷേ എത്രയും ദയുള്ള മാതാവേ നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം, അത് ഈ ദിവസങ്ങളിൽ ചൊല്ലി പ്രാർത്ഥിക്കാവുന്നൊരു പ്രാർത്ഥനയാണ്. അതുപോലെ ജപമാല പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ ചൊല്ലി പ്രാർത്ഥിക്കാവുന്നൊരു പ്രാർത്ഥനയാണ്. പിന്നെ അതുമോട് ചേർന്ന് ആത്മീയ വായന വിശുദ്ധ നിർദ്ദേശിക്കുന്നുണ്ട്. അദ്ദേഹം നിർദ്ദേശിക്കുന്നത് ക്രിസ്താനുകരണം വായിക്കുക, അതുപോലെ സുവിശേഷങ്ങളിൽ നിന്ന് മത്തായിയുടെ സുവിശേഷം 5, 6, 7 വായിക്കുക. ക്രിസ്താനുകരണം നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ ഇനി അത് വായിച്ചില്ലെന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഏതെങ്കിലും ആത്മീയ ഒരു വിശുദ്ധൻ്റെ ജീവചരിത്രം വായിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ലേഖന ഭാഗങ്ങൾ വായിക്കാം. ഇനി ലൂയി മോൺഫോർട്ട് നിർദ്ദേശിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നിന്ന് വായിക്കുക എന്നാണ്. ഈ 12 ദിവസങ്ങളിൽ നമ്മളെ ലോകാരൂപിയെ ഉപേക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം തരുന്ന ആത്മീയ വായന. അതുപോലെ തന്നെ ക്രിസ്താനുകരണത്തിൽ നിന്ന്, ഇനി ലൂയി മോൺഫോർട്ടിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. അത് ഓരോരുത്തരും ആത്മീയ വായനകൾ തിരഞ്ഞെടുക്കുക. വചനം വായിക്കാം, വചനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പകർത്തി എഴുതാം. പല വിധത്തിൽ നമുക്ക് ഈ ആത്മീയ അഭ്യസനം നടത്താനായിട്ട് സാധിക്കും. നമ്മളിനി ആരാധന നടത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ വലിയ കരുണ നമ്മളിലേക്ക് ഒഴുകി ഈ ഒരു സമർപ്പണം 34 ദിവസം നീളുന്ന ഈ സമർപ്പണം നന്നായി നടത്താൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും. നമ്മൾ ആരാധനയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ ഈ ചില പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കും. ബാക്കിയുള്ളത് നിങ്ങളുടെ ഓരോ ദിവസത്തെയും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമനുസരിച്ച്, സാഹചര്യമനുസരിച്ച് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യത്തോട് ബന്ധപ്പെടുത്തി ബാക്കി പ്രാർത്ഥനകൾ നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവം എല്ലാവരെയും ഈ ഒരു ശുശ്രൂഷയിൽ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു കൂട്ടായ്മയായിട്ട് ഒരുമിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ സെപ്റ്റംബർ 8-ാം തീയതി വിമലഹൃദയ പ്രതിഷ്ഠ നടത്തുന്നതിന് ഒരുക്കമായി നമുക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ വന്നാലും മനസ്സ് പതറാതെ നമ്മുടെ ലക്ഷ്യം മാറിപ്പോവാതെ മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം. വിശുദ്ധ ലൂയി മോൺഫോർട്ട് വിശുദ്ധം പറയുന്നുണ്ട്, നമുക്കൊത്തിരി ഡിസ്ട്രാക്ഷൻസ് വരാം. ഇത് പാതി വഴി നിർത്തിയിട്ട് പലരും ഓടിപ്പോവും എന്നാണ് അദ്ദേഹം പറയുന്നത്. പലരും ഓടിപ്പോവും. അങ്ങനെ ഓടിപ്പോകാനുള്ള പ്രേരണ നമുക്ക് വരാം, അതെല്ലാം മനുഷ്യർക്കും വരാം. പക്ഷേ നമ്മൾ പതറാതെ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് മാതാവിൻ്റെ സഹായം തേടി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ഒരു ശുശ്രൂഷ പൂർത്തിയാക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും അതിനെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ എല്ലാവരുടെ മേലും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശ്രാപികളെ കണ്ടേശായ
ഹല്ലേലൂയ. ബസ്കുദിശ നിൻ മുമ്പിൽ ബാറക്കുമോ കുറിയേ ലൈസോ ചിറകുകളാ റാറുള്ളവരാ ഹല്ലേലൂയ. ഏരുതീയ ആത്മാക്കളവ ബാറക്കുമോ കുറിയേ ലൈസോ. കാണായിവാൻ നിൻ ദൈവത്വം ഹല്ലേലൂയ. മുഖമവർ മൂടും നീരു ചിറകാ ബാറക്കുമോ കുറിയേ ലൈസോ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ ഹല്ലേലൂയ. പരിശുദ്ധൻ നീ ദൈവസുതാ ബാറക്കുമോ കുറിയേ ലൈസോ. മഹത്വപൂർണനായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, യെശയ്യാ പ്രവാചകന് അങ്ങ് കാണിച്ചു കൊടുത്തതുപോലെ സ്വർഗസിംഹാസനത്തിൽ ആയിരിക്കുന്നവനായ കർത്താവേ, എളിയവരായ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളുടെ അടുത്തേക്ക് എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങൾ എത്രയോ ഭാഗ്യമുള്ളവരാകുന്നു. ഈശോയെ, ഞങ്ങളൊരു പുതിയ പ്രാർത്ഥനാ യജ്ഞത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അങ്ങ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന്, അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞങ്ങളതിന് ആരംഭം കുറിക്കുമ്പോൾ അവിടുത്തെ സ്നേഹം കൊണ്ട്
അവിടുത്തെ കരുണ കൊണ്ട് ഞങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്ന് ഞങ്ങളോടങ്ങ് സംസാരിച്ചല്ലോ. ഞങ്ങൾ പുണ്യപൂർണത ഉള്ളവരായി തീരുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെന്ന്. ഈശോയെ, പുണ്യപൂർണതയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ അങ്ങയെ സ്നേഹിക്കണമെന്നാണല്ലോ ഞങ്ങളെ അങ്ങ് പഠിപ്പിച്ചത്. പലപ്പോഴും ഭാഗികമാണ് ഞങ്ങളുടെ സ്നേഹം, ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ആത്മീയത. കൃപയിൽ പൂർണ്ണയായിരുന്ന പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിതത്തിൻ്റെ ആത്മീയ പൂർണ്ണത, പുണ്യപൂർണ്ണത പ്രാപിക്കുവാൻ കർത്താവേ, ആഗ്രഹവും അതിനാവശ്യമായിരിക്കുന്ന എല്ലാ പരിശ്രമവും അതിൻ്റെ ഫലമായിട്ട് അങ്ങ് നൽകുവാൻ ഒരുക്കി വച്ചിരിക്കുന്ന നന്മകളും ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. ഈശോയെ, അങ്ങയുടെ അടുത്തേക്ക് വന്ന ആ ചെറുപ്പക്കാരനോട് അങ്ങ് പറഞ്ഞത്, നിനക്കൊരു കുറവുണ്ട്, ആ കുറവ് നീ പരിഹരിക്കണം, നീ പൂർണ്ണനാകണം, എന്നാൽ മാത്രമേ നിനക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണല്ലോ. ഈശോയെ, ഒത്തിരി കുറവുകളുമായിട്ടാണ് ഞങ്ങളായിരിക്കുന്നത്. ഒരു കുറവല്ല, കുറവുകളാണ് ഏറെയും. ആ കുറവുകളൊക്കെ പരിഹരിച്ച് അമ്മയെപ്പോലെ വിശുദ്ധിയിൽ, അമ്മയെപ്പോലെ കൃപയിൽ നിറയുവാൻ, പുണ്യപൂർണതയിൽ നിറയുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്ന് ഞങ്ങൾ ആരംഭിക്കുന്ന ഈ പ്രാർത്ഥന പ്രതിഷ്ഠ യാത്ര, ഇന്ന് ഞങ്ങൾ ആരംഭിക്കുന്ന വിശുദ്ധീകരണത്തിൻ്റെ ഈ പരിശ്രമം, ഇന്ന് ഞങ്ങൾ തുടക്കമിടുന്ന പുണ്യ പൂർണ്ണതയിലേക്കുള്ള ഈ പ്രതിഷ്ഠ ശുശ്രൂഷ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരണമേ. സ്വർഗത്തിലെത്തിച്ചേരുവാനുള്ള ഏറ്റവും നല്ല അവസരമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർത്ത് ഞങ്ങൾ അങ്ങയെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെ പുണ്യപൂർണതയുള്ളവരാക്കുന്ന, നമ്മളെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. പാവനാത്മാവേ വരിക വേഗം, ദാസരിൽ ഇന്നും വസിച്ചിടണം. നിന്നാലെന്നും നിറമായത്തിൽ ദിവ്യപ്രസാദം നിറച്ചിടണം. ആശ്വാസദായക പാവനാത്മാ, ദൈവിക ദാനവും സ്നേഹവും നീ, ജീവൻ തരുന്നോരൂവിയും നീ, അഗ്നി നീ ആത്മാവിൻ്റെ വരവും സപ്തവരങ്ങളുമേകുവോനേ, നിത്യപിതാവിൽ നീ പാണിയല്ലോ. താതന്റെ വാഗ്ദാനം ദിവ്യനാം നീ, മണ്ണിൽ പ്രസന്ന വരമരുളും. ഇന്ദ്രിയങ്ങളിൽ പ്രകാശമേകൂ,
മാനസേ സ്നേഹവും ചിന്തിടേണം. നിൻ ദിവ്യ ശക്തിയാൽ മാനവർക്കും ഗാത്രത്തിൽ ദൗർബല്യം നീക്കിടേണം. ശത്രുവേ ദൂരെ അകറ്റിയങ്ങേ ദാസരിൽ ശാന്തി അരുളിടേണം. ഞങ്ങൾക്കു മാർഗനിർദ്ദേശം നൽകി തിന്മകളാകെ അകറ്റണമേ. പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലുക. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വന്ന് വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ പ്രകാശത്തിന്റെ കതിരുകളെ സ്വർഗത്തിൽ നിന്നും അയച്ചു തരണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിന്റെ പ്രകാശമേ, എഴുന്നള്ളി വരണമേ. ആശ്വാസദായക ആത്മാവിന്റെ മാധുര്യമേ, ഉഷ്ണത്തിൽ തണുപ്പേ, അവശതയിൽ ആലംബമേ, എഴുന്നള്ളി വരണമേ. ആനന്ദപൂർണമായ പ്രകാശമേ, അങ്ങയുടെ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ അനുഗ്രഹം കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ മറ്റൊന്നുമില്ല. മാലിന്യമുള്ളത് കഴുകണമേ, വാടിപ്പോയത് നനയ്ക്കണമേ, രോഗമുള്ളത് സുഖപ്പെടുത്തണമേ, ആറിപ്പോയത് ചൂടാക്കണമേ, കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ, വഴിതെറ്റിപ്പോയത് നേർവഴിക്കാക്കണമേ, അങ്ങിൽ ആശ്രയിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങയുടെ 7 വിശുദ്ധ ദാനങ്ങളും നൽകണമേ. അതിന്റെ ഫലങ്ങളാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പുണ്യപൂർണത പ്രാപിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് പുണ്യപൂർണതയ്ക്കായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ദാഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്യം അപേക്ഷിച്ച് നമുക്കിപ്പോൾ പാട്ടുപാടി പരിശുദ്ധ മറിയത്തെ സ്തുതിക്കാം. സമുദ്രതാരമേ സ്വസ്തി, ദൈവമാതേ നീ അനുഗ്രഹീത, പാപലേശമേശിടാത്ത കന്യേ ധന്യേ, സ്വർഗവിശ്രാന്തിതൻ കവാടമേ നീ. പ്രഭയോലും സമുദ്രതാരമേ സ്വസ്തി, ദൈവമാതേ നീ അനുഗ്രഹീത, പാപലേശമേശിടാത്ത കന്യേ ധന്യേ, സ്വർഗവിശ്രാന്തിതൻ കവാടമേ നീ. ഗബ്രിയേലെന്ന്
സ്വസ്തി ചൊല്ലി മോദമോടതു നീ സ്വീകരിച്ചു. ഗബ്രിയേലെന്ന് സ്വസ്തി ചൊല്ലി മോദമോടതു നീ സ്വീകരിച്ചു. മർത്യനു ശാന്തി ഉറപ്പേകിയല്ലോ, ഹവ്വതൻ നാമം മാറ്റിക്കുറിച്ചതന്നെ. പ്രഭയോലും സമുദ്രതാരമേ സ്വസ്തി, ദൈവമാതേ നീ അനുഗ്രഹീത. പാപലേശമേശിടാത്ത കന്യേ ധന്യേ, സ്വർഗവിശ്രാന്തിതൻ കവാടമേ നീ. അടിമ ചങ്ങല പൊട്ടിച്ചെറിയൂ നീ, അന്ധതയിൽ ജ്യോതിസാകുതായേ. അടിമ ചങ്ങല പൊട്ടിച്ചെറിയൂ നീ, അന്ധതയിൽ ജ്യോതിസാകുതായേ. സർവരോഗവും അകറ്റണേ അമ്മേ, സമ്പൂർണമോദം യാചിപ്പു ഞങ്ങൾ. പ്രഭയോലും സമുദ്രതാരമേ സ്വസ്തി, ദൈവമാതേ നീ അനുഗ്രഹീത. പാപലേശമേശിടാത്ത കന്യേ ധന്യേ, സ്വർഗവിശ്രാന്തിതൻ കവാടമേ നീ. പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നമുക്ക് നൽകിയ അതിമനോഹരമായ സ്തുതിഗീതം, വിശ്വാസഗീതം, ആരാധനാഗീതം, കൃതജ്ഞതാഗീതം, ഈശോയെ ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ചുകൊണ്ട് അമ്മ പാടിയ ആ ഗീതം അമ്മയോട് ചേർന്ന് നമുക്കും ധ്യാനപൂർവം ഈ സമയത്ത് പ്രാർത്ഥിക്കാം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രയേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ആമീൻ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഭക്തിയോടുകൂടെ ഏറ്റുചൊല്ലുക. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എന്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവൃത്തികളെയും എല്ലാ ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും എന്റെ ശരീരത്തെയും എന്റെ ബുദ്ധിയെയും എന്റെ
മനസ്സിനെയും എന്റെ മനസ്സിനെയോ എന്റെ ഹൃദയത്തെയും എന്റെ ഹൃദയത്തെയോ അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഞാൻ അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സൽപ്രവൃത്തികളും എന്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതകളും എല്ലാ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന എല്ലാ പരിശുദ്ധ ബലികളോടും ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായിട്ട് അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ തിരുരക്തമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈ സമയത്ത് ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നാം ആഗ്രഹിക്കുന്നത് പോലെ പുണ്യപൂർണതയുള്ള ഒരു ജീവിതമുണ്ടാകുവാൻ, നാം ആഗ്രഹിക്കുന്നത് പോലെ ഈ 33 ദിവസങ്ങൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മെ പ്രതിഷ്ഠിക്കുവാൻ, അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും പൂർണ്ണമായിട്ട് മറികടക്കുവാൻ, അതിനാവശ്യമായിരിക്കുന്ന എല്ലാ കൃപാവരങ്ങളും പ്രാപിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹവും കരുണയും നിറഞ്ഞ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
ആഴത്തിൽ ഇസ്രായേലിൻ്റെ ബോധമണ്ഡലത്തിൽ കടലിന് മീതെ നടക്കുന്നത്, തിരമാലകളെ ചവിട്ടി മെതിക്കുന്നത് ആരാണ്? ദൈവമാണ്. അപ്പോൾ അത് യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്താൻ കർത്താവ് ഉപയോഗിച്ച ഒരു സംഭവമാണ് കടലിന് മീതെ നടന്നത്. ഇനി രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തെത്തി. അടുത്ത വാക്യം, അവരെ കടന്നു പോകാൻ ഭാവിച്ചു. അതാണ് അടുത്ത വെളിപ്പെടുത്തൽ. കടന്നു പോകാൻ ഭാവിച്ചു. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കടന്നു പോകാൻ ഭാവിച്ചു, കടന്നുപോയി. പുറപ്പാട് 34:5-6 വാക്യങ്ങൾ. കർത്താവ് മേഘത്തിലിറങ്ങി വന്ന് അവൻ്റെ അടുത്ത് നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. മനസ്സിലായോ? അപ്പൊ കർത്താവ് ലോർഡ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിച്ചു. ഓക്കെ, അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. താൻ ദൈവമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നുപോയി.